യൂട്യൂബ് ചാനൽ റാക്കഡീസ്. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്ന. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ എടുത്ത് സജീവമാവാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ചോദിക്കാൻ എന്ത് ഇത്ര നാള് വീഡിയോ ഇടാഞ്ഞെന്ന്? ഒന്നുമില്ല, മടിയാണോ സമയക്കുറവാണോ എന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ ഇപ്പോൾ ഇന്നലെ തൊട്ട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടി ഞങ്ങൾ വീഡിയോ ഇടണം, ഇതാക്കണം എന്നൊക്കെ. അതിന്റെ ഭാഗമായിട്ട് ഇനി എപ്പോഴും വീഡിയോ പ്രതീക്ഷിക്കാട്ടാ. ഇനി എപ്പോഴാണ് എനിക്ക് മടി കയറണമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടാ. അങ്ങനെ ഞാൻ മാത്രമായിരുന്നു കുറച്ച് മടി കാണിച്ച് നിന്നായിരുന്നേ. ഇക്കയും പിള്ളേരൊക്കെ അവിടെ ഫ്രീ ആയിരുന്നു. കാരണം എനിക്ക് സ്കൂളിലത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. എപ്പോഴും സ്കൂളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. ഇപ്പം ഇവിടെ മെഡിക്കൽ ഷോപ്പിൽ കയറിയേക്കാം എന്തോ മരുന്ന് മേടിക്കാനായിട്ട്. അങ്ങനെ അപ്പം ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പാണ്. നോമ്പ് 15 ഇവിടെ. ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ നല്ലപോലെ മാറി തുടങ്ങിയിട്ടാ. 2 ദിവസമായിട്ട് നല്ല ചൂടാണ്. അങ്ങനെ അപ്പം നോമ്പ് സ്പെഷ്യലായിട്ട് പൊതിച്ചോറുണ്ടാക്കാന്ന് വിചാരിച്ച്. കുറേ ദിവസമായില്ലേ ഈ മട്ടനും ചിക്കനും ബീഫൊക്കെ ആയിട്ട് നോൺ വെജ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ കുറച്ച് പൊതിച്ചോറുണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ സ്കൂള് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നേരെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വരവാണ്. അപ്പോൾ അതിനിടയ്ക്കാണിക്ക ഇവിടെ എന്താ പറയുക മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതൊക്കെ വരുന്നുണ്ട് കേട്ടോ. കൊറേ നാളായില്ലേ നമ്മ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. വീഡിയോസ് ഇടാനൊന്നും നേരം കിട്ടാറില്ല. ഭയങ്കര ബിസി. ഞാനും ബിസി. ഞാൻ മടിയെന്നാ പറഞ്ഞേ. മടിയുണ്ട്, നല്ല മടിയായിരുന്നു വീഡിയോ എടുക്കാൻ. അപ്പൊ ഡിയേഴ്സ് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ പെട്ടെന്നൊക്കെ പൊതിച്ചോറൊക്കെ സെറ്റാക്കിട്ടാ. ഇനി സൂത്രണ്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ കാനോട് പിള്ളേരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയ പൊതിച്ചോല എത്ര ഐറ്റംസ് കാണുന്നു, അവരോട് ഗസ് ചെയ്യാൻ പറയാം. നോക്കാർ എത്രയാണ് അവർ പറയുന്നു. അതെ, ഉമ്മച്ചി ഉണ്ടാക്കിയ പൊതിച്ചോല എത്ര ഐറ്റംസ് ഉണ്ടാവും? എനിക്ക് ഗസ്. എത്ര കറീസ് പറയടാ? 6. 6. മുസവർ പറഞ്ഞേ, പൊതിച്ചോല എത്ര ഐറ്റംസ് ഉമ്മച്ചി വെച്ചിട്ടുണ്ടാവും? 4. ഓക്കെ, 4 അല്ലേ? വാപ്പിച്ചോട് പറഞ്ഞു 5 ഐറ്റംസ്. 5 അല്ലേ? അപ്പോൾ അവന്മാരോട് ചോദിച്ചപ്പോൾ മാക്സിമം പറഞ്ഞത് സമത് 6ഉം ഇക്ക പറഞ്ഞത് 4ഉം എന്നാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കിംഗ് വീഡിയോ. നിങ്ങൾ കണ്ടിട്ട് എണ്ണിക്കോട്ടെ എത്ര ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയെന്ന്. നമ്മൾ ഈ നോർമൽ ഡേയ്സ് ആക്കണ പോലെ അത്ര എളുപ്പമല്ല കേട്ടോ ഈ നോമ്പും പിടിച്ചുകൊണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്യണത്. ഒന്നാമത്തെ ഉപ്പൊന്നും അങ്ങനെ നോക്കാൻ പറ്റില്ല. രണ്ടാമത്തെ നോമ്പിൻ്റെ ഐറ്റംസ് വേറെ ഉണ്ടാക്കാൻ വേണം. അപ്പോൾ ഞാൻ അതൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഈ പൊതിച്ചോറിൻ്റെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്നാക്കിയതാണ്. എന്ന് വെച്ചാൽ എനിക്ക് മാക്സിമം കിട്ടിയേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറും ഒരു 30 മിനിറ്റുമാണ് ഇവൻ ഉണ്ടാക്കാൻ വേണ്ടി കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് ആവണ വിധത്തിൽ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങൾ നോക്കിയിട്ട് പറയട്ടാ. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നോക്കിയിട്ട് ആർക്കൊന്നും മനസ്സിലായില്ല എത്ര ഐറ്റംസ് ഉണ്ടെന്ന്. കാണിച്ചു തരാം. മുട്ട വറുത്തത്, ചെറുപയർ ഉള്ളി മുളക് ഇട്ടത്, വൻപയർ ഉള്ളി മുളക് ഇട്ടത്, പിന്നെ നമ്മളുടെ മുരിങ്ങാക്കായയും പരിപ്പും വെച്ചത്, പിന്നെ കാന്താരിയും പച്ച തേങ്ങയും അതോടൊപ്പം തന്നെ പച്ചമാങ്ങ അരച്ച ചമ്മന്തി, ആവോലി ഫ്രൈ, ദെൻ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. സമതിൻ്റെ ഫേവറേറ്റ് ആണ് ഇത്. സമതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അങ്ങനെ പിന്നെ നമ്മളുടെ നെല്ലിക്ക് ഉപ്പിലിട്ടത് കേട്ടാ. അതും ഒരായിട്ടായിട്ട് കണക്ക് കൂട്ടാലോ.
പിന്നെ ലൂബിക്ക് ഉപ്പിലിട്ടത് ഇത് നാട്ടിൽ നിന്ന് എൻ്റെ കൂട്ടുകാരി പോയി വന്നപ്പോൾ കൊണ്ടു തന്നാട്ടാ ഷബ്ന. പിന്നെ കൊണ്ടാട്ടം മുളക്, ദെൻ കായ മെഴുക്ക് പുരട്ടി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് വാഴലൊക്കെ വാട്ടിയിട്ട് ചോറ് വിളമ്പി ഈ 10 ഐറ്റംസും ഓരോ പൊതിയിലും ഞാൻ ഇതാക്കി വെച്ചിട്ടാ. എന്നിട്ട് പൊതി പൊതിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോരുത്തരുടെ പേരെഴുതി മാറ്റി വെച്ചിരുന്നത്. കാരണം ഓരോരുത്തരുടെ ചോറ് തിന്നണ ക്വാണ്ടിറ്റി നമുക്കറിയാമല്ലോ, അതനുസരിച്ചിട്ട് അങ്ങനെ നല്ല ഇതിന് അങ്ങോട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നോമ്പ് തുറക്കാനൊക്കെ വേറെ ഐറ്റംസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെ 10 ഐറ്റംസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ പൊതിച്ചോറിന് അവന്മാർ പറഞ്ഞത് എത്രയാണ് 4, 5, 6 ഒക്കെ. എന്ത് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ, സീ യു സൂൺ.